crucified to set me free. Now I live to bring praise. God, my God, I cry out, your beloved needs to now. God be near, calm my fears, and take my doubt. Your kindness is what pulls me up. Your love
കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട ജോസങ്കിളുമായുള്ള ബന്ധത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സൺഡേ സ്കൂൾ സമാജത്തിന്റെ വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് പ്രിയപ്പെട്ട ജോസങ്കിൾ. കുഞ്ഞുങ്ങൾ രണ്ടുപേരും, ജോസങ്കിളും വൈഫും, ഈ സഭയിൽ ഈ പ്രദേശത്ത് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തു വന്ന ആളുകളാണ് എന്ന് ഓർക്കുമ്പോൾ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ സാധാരണ ഫ്യൂണറൽ സർവീസിന് അനുശോചനം എന്നൊരു വാക്ക് സാധാരണഗതിയിൽ പറയാറില്ല. കണ്ടോളൻസ് പറയുന്നു എന്ന് ഞാൻ സാധാരണ പറയാറില്ല. കാരണം ക്രിസ്തീയ ജീവിതാനുഭവത്തിൽ മരണമെന്ന് പറയുന്നത് എന്റെ വിചാരം അനുശോചിക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ അനുശോചനം പറയാറില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ച് കാണുന്നത്. ഒന്ന്, ഈ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുവാൻ ദൈവം തന്നിരിക്കുന്നതായ വിശ്വാസവും പ്രത്യാശയും പങ്കിടുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു. രണ്ട്, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജനിക്കുന്ന ആരും മരിക്കുന്നില്ല. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ് എന്നും എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തു വിശ്വാസത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെയും ജീവിതത്തെക്കുറിച്ച് അവരുടെ മരണമോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരണം എന്ന് പറയുന്നത് ഇഹലോകത്തിൽ നിന്നും മാറി നിത്യമായി ജീവിക്കുവാനുള്ള മറ്റൊരു സ്ഥലമാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് കാണുന്നു. ഈ ലോകത്തിൽ ജീവിക്കുവാനായി ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തരുന്നു. ഒരു കുഞ്ഞായി ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞെങ്കിലും നമ്മളെ ഓർത്ത് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട്. അതിനുശേഷം നമ്മൾ വളർന്നപ്പോൾ ആ വളർച്ചയിൽ നമ്മളും ചുറ്റുപാടുകളും നാമുമായി ഇടപെട്ട എല്ലാവരും സന്തോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചതായ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പദവിയും ഭാഗ്യവും എന്ന് പറയുന്നത് കർത്താവിന്റെ മകനായി മകളായി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. വന്നപ്പോൾ ഒരു കുഞ്ഞായി അവർ കരഞ്ഞു വന്നുവെങ്കിലും ഇന്ന് ഇവിടുന്ന് യാത്ര പോകുമ്പോൾ നമ്മയൊക്കെ കരയിപ്പിച്ച് പോകുവാനായി ശ്രമിക്കുമ്പോഴും ഒരു പ്രതീക്ഷയും പ്രത്യാശയും നമുക്കുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എഴുതുക, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി അവർ എത്തിച്ചേരേണ്ടതാകുന്നു. പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാനായി അവർ ഒരുക്കപ്പെടേണ്ടതാകുന്നു. എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായ ഒരു ജീവിതം ലഭിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു ഒരു നല്ല കുഞ്ഞിനെ ലഭിക്കണം. ഈ കുഞ്ഞ് വളർന്നു വന്ന് വിവാഹം കഴിക്കുവാനായി തുടങ്ങിയപ്പോൾ ഈ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചു നല്ല ഒരു ഭർത്താവിനെ ലഭിക്കണം. ഈ ഭർത്താവ് ആഗ്രഹിച്ചു നല്ല ഒരു ഭാര്യയെ ലഭിക്കണം. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ആഗ്രഹിച്ചു നല്ല രണ്ട് കുഞ്ഞുങ്ങളെ ലഭിക്കണം. അതിനുശേഷം പിന്നീടുള്ള ജീവിതത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ഒരു മരണം ലഭിക്കണം. അങ്ങനെ ജീവിതത്തിൽ എല്ലാം നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അങ്ങനെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അറിയാതെ നഷ്ടപ്പെടുന്നത് നന്മയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നന്മ പ്രാപിക്കേണ്ടത്, നല്ലത് പ്രാപിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ പലപ്പോഴും നമ്മൾ അന്ധരായി പോകാറുണ്ട്. ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ ഇഹലോകത്തെ ജീവിതത്തിൽ എങ്ങനെയാണ് നല്ലതാകേണ്ടത് എന്ന് ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നന്മയിലേക്ക് വളരേണ്ടത്,
എങ്ങനെയാണ് നല്ലതായി തീരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, നല്ലതായി തീരുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ലോകത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുമ്പോൾ, പലപ്പോഴും നമ്മളിൽ പലരും അന്ധരായി പോയി ഈ നന്മ തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നു. എന്നാൽ എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ് അവരുടെ ശവസംസ്കാര സമയത്ത് എല്ലാ ആളുകളും പറയണം, ഈ ആന്റി നല്ല ഒരു ആന്റിയായിരുന്നു, ഈ ആന്റിക്ക് നല്ല ദൈവവിശ്വാസമായിരുന്നു, ഇവരുടെ കുടുംബത്തിൽ നല്ല ദൈവവിശ്വാസമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നല്ലത് പറയണം എന്ന് ആഗ്രഹിക്കുന്നതായ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നന്മ വന്ന് ചേരേണ്ടത്, എങ്ങനെയാണ് നല്ലതായി തീരേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രിയപ്പെട്ട ആന്റിയെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും ഇവിടെയുള്ള ആളുകൾ എല്ലാവരും, ഇവിടെ വന്ന് സംസാരിച്ച എല്ലാ ആളുകളും പറയുവാൻ ശ്രമിച്ച ഒരു കാര്യം, അനുഗ്രഹീതമായ ഒരു കുടുംബമാണ്, ശ്രേഷ്ഠമായ ഒരു കുടുംബമാണ്, ദൈവവിശ്വാസമുള്ള ഒരു കുടുംബമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട്, ദൈവമേ എന്നെ കുറിച്ചും ഇങ്ങനെയൊക്കെ തന്നെ പറയണമേ. എപ്പോൾ മാത്രമേ ഈ ആഗ്രഹം ഉള്ളെന്നറിയാമോ? മരണസമയത്ത് മാത്രമേ എല്ലാവർക്കും ഈ ആഗ്രഹമുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ എങ്ങനെയൊക്കെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് അവസാനമാകുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും, ദൈവമേ 4 പേര് കൂടുമ്പോൾ എന്നെ കുറിച്ചും ഇങ്ങനെയൊക്കെ തന്നെ പറയണമേ. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെയൊക്കെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് അറിഞ്ഞ് നന്ദി കാണിക്കുകയോ നമസ്കരിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവം നമ്മുടെ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ ഒക്കെ മധ്യത്തിൽ, ഇങ്ങനെയുള്ള ഈ ലോകത്തിലെ ഇമ്പങ്ങളുടെയും ഈ ലോകത്തിന് ലഭിക്കാവുന്ന സന്തോഷങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ആ കുടുംബം ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ജോസങ്ങളും ലിസിയാന്റിയും കുഞ്ഞുങ്ങൾ 2 പേരും ദൈവാനുഭവത്തിൽ നടക്കുന്നു എന്ന് കാണുന്നതിൽ ഉപരിയായിട്ടുള്ള യാതൊരു സന്തോഷവും നമുക്ക് ആർക്കുമില്ല. അത് ഏറ്റവും അനുഗ്രഹീതമായി അവർ തുടരുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ആനന്ദിപ്പാൻ വകയുണ്ട്. പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ അവർ 2 പേരും അനുഗ്രഹീതമായി ദൈവകൃപയിൽ നിലനിൽക്കുന്നു എന്ന് അറിയുന്നതിൽ അതിലപ്പുറമായുള്ള സന്തോഷം ഈ ലോകത്തിൽ ഈ അമ്മയ്ക്ക് എന്തുള്ളൂ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. ഈ അമ്മയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായ അനുഭവങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളിലൂടെ ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം മാത്രമേ ഇനി ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അമ്മ പറഞ്ഞു കൊടുത്ത ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുക, ഈ അമ്മ കാണിച്ചു കൊടുത്ത ദൈവികമായ അനുഭവങ്ങളിൽ നിലനിൽക്കുക, ഈ അമ്മയിലൂടെ പകർന്നു ലഭിച്ചതായ ദൈവബോധത്തിൽ നിലനിൽക്കുക. അങ്ങനെ ഈ ലോകത്തിൽ അമ്മയിലൂടെ ലഭിച്ചതായ ദൈവവിശ്വാസവും അതിലുപരിയായുള്ള ദൈവവിശ്വാസത്തിലും ഈ കുഞ്ഞുങ്ങൾ ജീവിച്ച് ഒരു നാളിൽ കർത്തൃസന്നിധിയിൽ ചെന്നെത്തുമ്പോൾ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഈ അമ്മയെയും കാണാമെന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും പോകുവാനായി ഇടയായി തീർന്നാൽ അതിലപ്പുറമായി മറ്റൊന്നും നൽകുവാനായിട്ടില്ല. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളാണ്. ഒരു സ്ത്രീ ഒരു ഭവനത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ മാത്രമേ ആ ഭവനത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഭവനത്തെ മുഴുവനായി ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ അമ്മയുടെ വേർപാട് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റുവാൻ വയ്യാത്ത, നികത്തുവാൻ വയ്യാത്ത വിടവായി തീരുമ്പോൾ നമുക്ക് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണം, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണം. ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടുന്നതായ ധൈര്യവും പ്രത്യാശയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ ഭവനത്തോട് ഉള്ള പ്രത്യാശ ഈ സെന്ററിന്റെയും ഈ റീജിയന്റെയും ഈ ഭദ്രാസനത്തിന്റെയും സൺഡേ സ്കൂളിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കട്ടെ. എല്ലാ ആശ്വാസങ്ങളും ദൈവം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അവരെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സഭയ്ക്കും സമൂഹത്തിനും ദൈവജനത്തിനും നൽകുന്ന നേതൃത്വം അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. On behalf of the Northeast Regional Youth Fellowship, I just want to offer my sincere, heartfelt condolences to Uncle Justin and Josh.
Justin and Josh have been such a vital part in our region and been such a great influence to a lot of our youths. And Auntie is just so lucky to have such great children and such a loving and God-fearing family just to support her throughout that process. So, no amount of words can express what you guys are going through right now. So I just want to say on behalf of the region that you are a family. We're here for you, whatever you need, and that you're in our prayers. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ജോസ്, ജസ്റ്റിൻ, ജോഷുവ, ലിസിയുടെ സഹോദരങ്ങൾ, ലിസിയുടെ അമ്മ, എൻ്റെ മൂത്ത സഹോദരിയുടെ കുടുംബമായ കുണ്ട്ര പൊയ്കയിൽ കുടുംബത്തിന്റെ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ലിസിയെക്കുറിച്ച് ചില വാക്കുകൾ പറയാതെ പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. അഞ്ചൽ, ഏരൂർ, മുല്ലശ്ശേരിൽ പരേതനായ എൻ.എം. മാണിയുടെയും ഏലിയാമ്മ മാണിയുടെയും 6 മക്കളിൽ രണ്ടാമത്തെ മകളായിരുന്നു ലിസി. ഭർത്താവ് ജോസ്, മക്കൾ ജസ്റ്റിൻ, ജോഷുവ, സഹോദരങ്ങൾ ഡെയ്സി, റോയി, സോഫി, സേബ, സെലിൻ. മുൻപേ പോകുന്നവർ ഭാഗ്യമുള്ളവർ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ 2ാം തലമുറയിൽ നിന്ന് ഒന്നാമതായി ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഭാഗ്യവതിയാണ് ലിസി. 6 മാസം മുമ്പ് ഞങ്ങളുടെ സഹോദരി ലിസിയുടെ അമ്മ ഈ ലോകത്ത് നിന്നും യാത്രയായപ്പോൾ
ലിസിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും മാതാപിതാക്കളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് കടന്നുപോയി. ലിസി നമ്മുടെ അടുത്ത് നിന്ന് കടന്നുപോയെങ്കിലും ലിസിയുടെ ആ ചിരിച്ച മുഖം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. വല്യമ്മച്ചിമാരുടെ പ്രിയങ്കരിയായ കൊച്ചുമകൾ ചെറുപ്പം മുതലേയുള്ള പ്രാർത്ഥനാശീലം, യാതൊന്നിനും നിർബന്ധം കാണിക്കാത്തയാൾ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് കൂടാതെ മറ്റുള്ളവരെ കരുതുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നയാൾ, ശാന്ത സ്വഭാവം, വളരെ കുറച്ച് സംസാരം തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ലിസി. ചെറുപ്പം മുതലേ അമ്മയ്ക്ക് സഹായിയായിരുന്നു. അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് 3 വർഷത്തോളം ഉത്തർപ്രദേശിൽ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് ജോസുമായി വിവാഹം കഴിഞ്ഞ് പത്തനാപുരം കയ്യങ്കാട്ടിൽ കുടുംബത്തിൽ അംഗമായി തീർന്നു. അവിടെയും എല്ലാവരുടെയും ഇഷ്ടപുത്രിയായി മാറി. 31 വർഷത്തെ കുടുംബജീവിതം നയിച്ച് നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ ഈ സമയത്ത് ജോസിനോടും ജസ്റ്റിനോടും ജോഷുവയോടും എത്ര സമാധാന വാക്കുകൾ പറഞ്ഞാലും മതിയാവുകയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിത്യനായ ദൈവം നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും ഒരു ദിവസം ആ നിത്യവീട്ടിൽ നമുക്ക് മുൻപേ പോയവരോടൊപ്പം ചെന്നു ചേരാം എന്ന പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് ലോങ് ഐലൻഡ് മാർത്തോമ ഇടവകയെ പ്രതിനിധീകരിച്ചാകുന്നു. ജോസാന്റെ സഹോദരൻ റെജി വർഗീസ് ഞങ്ങളുടെ ഇടവക അംഗമാകുന്നുവല്ലോ. ലിസിമാമയെ ആശുപത്രിയിൽ പോയി കാണുവാന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, പ്രിയ അമ്മാമരെ മുഖം അവസാന സമയത്ത് നല്ല തിളക്കമുള്ളതായ ഒരു മുഖമാണ്. അമ്മാമയെ കുറിച്ച് എനിക്ക് വേദപുസ്തകത്തിലുള്ളതായ ഒരു വാക്യമാണ് ഓർമ്മ വരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. സെന്റ് പോൾസ് letter to Philippians chapter 4 verses 13. I can do all things through Jesus Christ who strengthens me. കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രിയദാസി രോഗത്തിന്റെ അവസ്ഥയിലായി. എന്നാൽ ഈ രോഗത്തിന്റെ അവസ്ഥയിലും ദൈവകൃപയില് ബലപ്പെടുവാനും ദൈവകൃപയില് ശരണപ്പെടുവാനും ദൈവശക്തിയിലൂടെ പ്രവർത്തിപ്പാനും മറ്റുള്ളവർക്ക് പ്രത്യാശയും വിശ്വാസവും പകരുവാന് പ്രിയ അമ്മാമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മനസ്സിൽ വരുന്നതായ കാര്യം, ഞായറാഴ്ച ദിവസം ആശുപത്രിയില് പോയതായ സമയത്ത് പ്രിയ ജോസ്റ്റാനുമായിട്ടുള്ള ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോസ്റ്റാൻ പറയുകയായിരുന്നു, അച്ഛാ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പാട്ട് കേൾക്കണം, പാട്ടുകൾ കേൾക്കുവാനും ആ പാട്ടുകൾ കൂടെ ആ പാട്ടിലൊക്കെ ലയിക്കുവാനും ഒക്കെ വലിയ താല്പര്യം കാണിച്ചതായ പ്രിയദാസൻ. വേദപുസ്തകത്തിൽ സഭാപ്രസംഗങ്ങളിൽ പറയുന്നു, നല്ല പേര് സുഗന്ധ തൈലത്തേക്കാൾ ഉത്തമം, മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമം. തൈലത്തിന്റെ പ്രത്യേകതയാണ് തൈലം സൗരഭ്യം നൽകുന്നതാണ്, സൗന്ദര്യം നൽകുന്നതാണ്, സൗഖ്യം നൽകുന്നതാണ്. അതുകൊണ്ട് നല്ല പേര് സുഗന്ധ തൈലത്തേക്കാൾ ഉത്തമമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുന്നത്, the good name is just like an ointment which gives fragrance to our life, which provides health to us, which nourishes our health. പ്രിയദാസിയുടെ ജീവിതം സമൂഹത്തിന്, സഭയ്ക്ക് ഇത്തരത്തിലുള്ളതായ ഒരു ജീവിതമായി തന്റെ സാന്നിധ്യം, തന്റെ പ്രവർത്തനം, തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സൗരഭ്യവും ആരോഗ്യവും സന്തോഷം പകരുവാന് പ്രിയദാസിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പേ പറഞ്ഞതായ മാത്യു ജോർജ് അച്ഛൻ പറഞ്ഞുവല്ലോ, അനുശോചനം പറയുവാനുള്ളതായ ഒരു അനുഭവം മാത്രമല്ല, പിന്നെയോ
ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതായ ഒരു അനുഭവമാകുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ പ്രത്യാശയും സന്തോഷമുള്ളത്. നഷ്ടപ്പെട്ടു പോയതല്ല, പിന്നെയോ മരണത്തിലൂടെ നാം ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. ഏതൊരു അനുഭവം ആയാലും ഞാൻ ദൈവത്തോടൊപ്പം. പ്രിയദാസി, കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന് പരിപൂർണതയും കർത്താവിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ, ആ ഒരു ദിവ്യ അനുഭവത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദാസിയുടെ നല്ല ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ. ലോങ് ഐലൻഡ് ഇടവകയുടെ നാമത്തിലുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യും. ആശ്വാസവാക്കുകൾ അസ്ഥാനത്താകുന്ന നിമിഷങ്ങളിലൂടെ ആണല്ലോ നാം ഓരോരുത്തരും ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ദുഃഖത്തിന്റെ തീവ്രത അങ്ങേറ്റം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ. നികത്താനാവാത്ത വിടവ് എന്ന് നമ്മൾ പല അവസരങ്ങളിലും പല വേദികളിലും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ മരണം എന്ന ഒരു പ്രതിഭാസം അപ്രതീക്ഷിതമായി കടന്നു വന്ന് സൃഷ്ടിക്കുന്ന ശൂന്യത, അത് നമുക്ക് ഒരു കാലത്തും നമുക്ക് നികത്താൻ പറ്റില്ല. ലിസിയെ പരിചയപ്പെടുന്നത് ലിസിയുടെ സഹോദരിമാരായ സെല്ലും സോഫിയും ഞങ്ങളുടെ ഇടവകയിലെ അംഗങ്ങളാണ്. അവർ മുഖാന്തരമാണ് ഞാൻ ലിസിയെ പരിചയപ്പെടാനിടയായത്. കൂടാതെ എന്റെ മകള് ജോഷുവുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇവരെല്ലാം ഒരേ ഏജ് ഗ്രൂപ്പിലായതുകൊണ്ട് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇന്റർനെറ്റിലൂടെയോ അല്ലാതെയും അവര് തമ്മിൽ നിരന്തരം ബന്ധപ്പെടാറുള്ളത് കൊണ്ട് ഈ കുടുംബവുമായിട്ട് കൂടുതൽ അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോഴെല്ലാം എപ്പോഴും എന്റെ മോൾ എന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാ സഹോദരിമാരെക്കാളും ഏറ്റവും ലാളിത്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ലിസി. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. റോമർ 14 പറയുന്നത് പോലെ ജീവിച്ചാലും കർത്താവിന്, മരിച്ചാലും കർത്താവിന്. അതുകൊണ്ടായിരിക്കണമല്ലോ ആ ഒരു വിശ്വാസ തീഷ്ണത അങ്ങേയറ്റം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണമല്ലോ ലിസിക്ക് എപ്പോഴും പറയാൻ സാധിച്ചത്, ഐ വിൽ നോട്ട് ബി അഫ്രെയ്ഡ്, ഗോഡ് ഈസ് വിത്ത് മീ, ഐ വിൽ നോട്ട് ബി ഷേക്കൻ. എത്ര ഇവിടെ ഇരിക്കുന്ന എത്ര നമ്മൾക്ക് ധൈര്യമായിട്ട് ഇത് നമുക്ക് പറയാൻ പറ്റും. ആ വിശ്വാസത്തിന്റെ തീഷ്ണത അങ്ങേയറ്റം ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ലിസി എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ലിസിയുടെ ആത്മാവ് ഇപ്പോൾ ഇമ്പങ്ങളുടെ പറുദീസയിൽ സ്വർഗീയ മാലാഖമാരോട് എത്തിച്ചേർന്ന് വസിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അകാലത്തിൽ കൊഴിഞ്ഞുപോയ ലിസിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എന്റെ വ്യക്തിപരമായ പേരിലും ഫ്രാങ്ക്ലിൻ സ്ക്വയർ സെന്റ് ബേസിൽ ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി, മാനേജിംഗ് കമ്മിറ്റി, മറ്റെല്ലാ ഇടവകങ്ങളുടെ പേരിലും ഉള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ സംസാരിക്കും. താങ്ക് യു. Jesus, Son
Growing up, I was taught to call them Big Daddy, Big Mommy, and that's why she's my second mother. That's why I always treat her. From the day I was born, that's how she was. Because Big Daddy is my dad's only brother, so I can still remember just going to the house and just always being there, and her loving kindness is always with us. And she would take care of us no matter what. She would make sure that we were fed properly. She would even she would wake up whenever she was sleeping and feed us whatnot. Like, she would make sure we were taken care of. As everyone's been saying, she's probably one of the most innocent, most humble, most caring people I've ever met in my life. And it was a great honor to be in her presence, because she was so loving. And even during her struggles, you can see her hope without a doubt. I think the most striking time was when, right after she was diagnosed, me and Jinu went over to the house, and we were able to pray with her. Me and Jinu, Big Daddy, Big Mommy, Joshua, Justin, we were able to hold hands and pray together. I think that was one of the most beautiful moments in my life, to be honest. It just felt like there was just pure love there, and that's the type of woman she was. And then you can see that even though she had so much struggle in her eyes, she had so much hope, and that she would succeed. But she did succeed. She's now with the Lord, and forever. We're going to be with the Lord forever. And I have to tell you some testimony, because I was supposed to leave for Chicago Saturday night. I booked a ticket on Tuesday night. I was supposed to leave for Saturday 10 p.m. to Chicago, but instead, when I went to look at my ticket on Saturday, the ticket said February 24th, not January. I think that was just completely crazy to me. The fact that I was able to go the next morning and see her one last time. It was just shocking. It was just God's plan for me to see her and be with her one last time while she was still breathing. I thank God for that. I thank God she's with him. She's with him now, and that one day we will meet. And for that, I thank God for it forever. And with that, and I wish. Mary, a condolence letter from Emmanuel Martama Church Pathanavaram, that is Jos Uncle's mother parish. Dear Achan, we came to know the sad demise of our member Eliama woman, wife of Woman Varghese Pathanavaram. Achan, she belonged to Kayamkatil, one of the very active families in our Pathanavaram Emmanuel Martama Church. We remember their valuable contribution for the mission of the church. We thank God for her dedicated and prayerful life. In this context, we remember the saying, not the duration, but the donation from her life is to be counted. Yes, her donation to the church as well as society is highly appreciable. On behalf of the Pathanavaram Emmanuel Martama Church, let me express our heartfelt condolence on the unexpected departure of our sister Eliama woman, and we assure our prayers to Woman Varghese, Jos and children and other members of the bereaved family. May the God of peace will them with peace that passes all understanding and eternal hope, with prayers, Reverend Matthew B. Thomas, leader, Emmanuel Martama Church, Pathanavaram. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ശേഷം ഏവരുമേ, എപ്പിഫനി മാർത്തോമാ ചർച്ചിന്റെ നാമത്തിലുള്ള അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വളരെ ദീർഘകാലമായിട്ട് എനിക്ക് ജോസിനെയും കുടുംബത്തെയും അറിയാം. വളരെ ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബം. ഇടവകയ്ക്ക് ചെയ്തിട്ടുള്ളതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങൾ, സഹായങ്ങൾ, കൈത്താങ്ങലുകൾ എല്ലാം വളരെ എടുത്തു പറയത്തക്ക സംഗതികളാണ്. ലിസിയെ പറ്റി പറയുകയാണെങ്കിൽ, she was an active member of the parish and especially in the Sevia Sangam. മുടക്കം കൂടാതെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക, വളരെ താല്പര്യമെടുത്ത് സുഭവനത്തിൽ പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ എടുത്തു പറയത്തക്ക സംഗതികളാണ്.
പ്രിയ സഹോദരിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരാധനയ്ക്ക് ശേഷം, ഇടവകയിലെ ആരാധനയ്ക്ക് ശേഷം ബേസ്മെന്റില് ഇവര് കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടി എല്ലാ സൺഡേയിലും, എല്ലാ ഞായറാഴ്ചയും അവർ ഒത്തിരി പേര് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ കൂടി ഇന്ന് സംസാരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സഹോദരിയെ മുഖാമുഖം നോക്കുവാണെങ്കിൽ ഒന്ന് ചിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുന്നുള്ളല്ലാതെ വളരെ അധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ലായിരുന്നു. വളരെ ശാന്തമായ സ്വഭാവത്തിനുടമയായിരുന്നു ഈ പ്രിയ സഹോദരി. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ജോസ്, ജസ്റ്റിൻ, ജോഷുവ, മറ്റ് ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും എപ്പിഫനി ഇടവകയുടെ നാമത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ജോസ്, ജസ്റ്റിൻ, ജോഷുവ, നിങ്ങളെല്ലാം എപ്പിഫനി എന്ന ഫാമിലിയിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ഈ ദുഃഖം, ഈ വേദന, അത് ഞങ്ങളുടേതും കൂടിയാണ്. നിങ്ങളുടെയും നഷ്ടം ഞങ്ങളുടേതും കൂടി നഷ്ടമാണ്. Although no words can really help to ease the loss you bear, just know that you are very close in the thoughts and prayers of each of us. We cannot begin to imagine the depth of your pain, but we pray you find comfort in the words of the Lord. Let me read a small Bible passage. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. മരണം നമുക്ക് തരുന്ന വേദന, നഷ്ടം, ഇതൊക്കെ കാലത്തിന് മാത്രമേ മായ്ച്ചു കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. That brings pain that time can only heal. No words could ease what we truly feel. But with God, her joy is eternally sealed. And cherish her memories that death can't even steal. Light up a smile, for she is already in the paradise. ഒരിക്കൽ കൂടി ഇടവകയുടെ നാമത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. Dearly beloved in Christ, dear Jose, Justin and Joshua. Now, it was a long time, so we know each other, the families, and we enjoyed the relationship. Now, I'm not going into the details because it at all limit the time. A few things I wanted to recall at this time. Now, this dear family is very valuable to the Epiphany Marthoma Church, especially to the Almond Prayer Group. Their contributions, I remember at this time with gratitude, and we thank them for all those things. Currently, Jose is coordinating the activities of the Sunday school as the superintendent of the Sunday school. He was involved in most of the activities of the church. Now, at this time, we come here to praise and celebrate the death of a dear one. The family lost their dear one. As well as I think about Lizzie. Now, she was always a person
behind all the activities, behind the scene. Soft-spoken. She was not a noise maker, but talks very, very little. Now, when we heard the news about the sudden demise of Lizzie, then my wife Lily told me, nobody will forget that soft smile on the face, that innocent smile. Most of the people mention that one. Most of the time we don't hear what she does, but she lived her life, a blessed life, as a faithful wife, a loving and caring mother, a loving sister to her siblings, and a friend of all the parish as well as in the community. At this time, we appreciate their involvement. Dejos, Justin and Joshua, and all the other members of the family. As a church family, we are here to share your grief and your pain and loss. In John's Gospel, chapter 11, now we come across the encounter of Jesus with Martha and Mary, and also his visit to the grave of Lazarus. Now we read there, Jesus wept with the other mourners. After that, he gives them the words of comfort and also to encourage them and give them hope. Now there we read like this, I am the resurrection and life. He who believes in me will live even though he dies. And whoever lives and believes in me will never die. Dear friends, grief hurts, but the hope that Jesus brings comfort through our tears. Weeping may remain in the night, but joy of reunion comes in the morning. Words cannot comfort you, we cannot compensate your loss, but we can point you to the person who can give you comfort and replace your loss. None other than our Savior, Lord Jesus Christ. Time will heal the wounds, but the scars going to remain there. Anniversaries will come, birthdays will be there, family get-togethers will be there, celebrations will be there. All these occasions will bring memories back. But don't look at the scar and lament on your loss. But the scars are a remembrance, for the remembrance of God's love and care and the continuing grace that sustains us. And also it is a time for us to reassure our hope that one day we will meet our departed one. The best tribute we can give to Lizzie at this time is to cherish and follow the virtues she has practiced and showed us in life. Now, probably the last word now she has to convey to us is this: I will dwell in the house of the Lord forever. That is the last verse of Psalm 23. As we say goodbye at this time, let us go forward with the hope that one day we all will meet at the other side of the shore in the eternity. Dear Jose, Justin and Joshua and all the other members of the bereaved family, on behalf of the Elmont Area Prayer Group of Epiphany Marthoma Church and the Epiphany Marthoma Edinburgh Mission, and on behalf of my own family, I use this opportunity at this time to express the deepest condolences. Please accept it. So as our secretary said that one, your loss is our loss. We share your grief and your pain, and we will never leave you alone. And we will always remember Lizzie and the innocent smile on her face and what she contributed to the parish. Now, at this time, when we say goodbye, let us stay in that hope, go forward, that one day we will meet at eternity. So we will uphold you in our prayers, so that
God will give you the divine peace that surpasses all human understanding. That may God bless us all. Good evening, everyone. When I think of Lizzie and Dee, I can't help but reflect upon the words of Proverbs 31. The verses that stood out to me most are Proverbs 31:25 to 28, which states, "Strength and dignity are her clothing, and she laughs at the time to come. She opens her mouth with wisdom, and the teaching of her kindness is on her tongue. She looks well to the ways of her household and does not eat the bread of idleness. Her children rise up and call her blessed, and her husband also, and he praises her." On behalf of Sunday School, I would like to extend our heartfelt condolences to Joe's uncle, Justin, and Joshua during this very difficult time in the loss of a wife, mother, and friend to all. Justin, Joshua, and Joe's uncle are the pure reflection of love and faithfulness that Lizzie Auntie always carried with her in her every words and encounter. Lizzie Auntie's constant prayers and deep love in her relationship with Christ and others has shown to be the guiding force